നമുക്കിന്ന് തിരശ്ശീലയെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കാം. തിരശ്ശീല എന്താണ്? കർട്ടൻ. നമ്മുടെ ജീവിതത്തിൻ്റെ തിരശ്ശീലയെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിത കാലയളവിനെ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നിങ്ങനെ 5ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇതിലെ ശൈശവവും ബാല്യവും കഴിഞ്ഞാൽ കൗമാരവും യൗവനവും ചോരത്തിളപ്പിൻ്റെ പ്രായമാണ്. ഈ കാലയളവിൽ നമ്മളെടുക്കുന്ന പല തീരുമാനങ്ങളും പാളിപ്പോകാറുണ്ട്. എന്നാൽ ചിലർ ഇരുത്തം വന്നവരാണ്. അവർ വളരെ ആലോചിച്ചും വളരെ ശരിയെന്ന് തോന്നുന്നതുമായ കാര്യങ്ങൾ ചെയ്യുന്നവരുമുണ്ട്. ഏറിയ ആൾക്കാരും എടുത്തു ചാടാറുണ്ട്. ഈ പ്രായത്തിൽ രക്തത്തിളപ്പിൻ്റെ പ്രായമാണ്. ഇതൊക്കെ കഴിഞ്ഞൊരു 35 വയസ്സാകുമ്പോഴാണ് നമ്മളൊന്ന് തിരിഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങുന്നത്. അപ്പോഴേക്കും നമുക്ക് ഒരുപാട് അബദ്ധങ്ങളും ഒരുപാട് തെറ്റുകുറ്റങ്ങളും ഒക്കെ പറ്റിയിട്ടുണ്ടാവാം. ഏകദേശം ഒരു 40-45 വയസ്സാകുമ്പോഴാണ് കഴിഞ്ഞുപോയ കാലത്തിൻ്റെ നഷ്ടങ്ങളെക്കുറിച്ച് നമ്മളെല്ലാവരും ചിന്തിച്ചു തുടങ്ങുന്നത്. എന്തൊക്കെ നമുക്ക് ചെയ്യാമായിരുന്നു നഷ്ടപ്പെടുത്തിയ കാലയളവിൽ എന്നൊക്കെ പിന്നീട് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പോഴേക്കും നമ്മുടെ തിരശ്ശീല ഏകദേശം വീഴാറായി തുടങ്ങിയെന്ന കാര്യവും നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ തലമുറയോട് ഒന്നേ പറയാനുള്ളൂ: പിന്നിട്ട വഴികൾ ഒരിക്കലും തിരിഞ്ഞോടാനൊക്കില്ല. അതുകൊണ്ട് വളരെ ആലോചിച്ചും ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോ സമയത്തും ചെയ്തും മുന്നോട്ട് വരുന്നതാണ് ബുദ്ധി. എപ്പോഴും നല്ലതും അതാണ്. നഷ്ടപ്പെടുത്തുന്ന ഒന്നും തിരിച്ചെടുക്കാനാകില്ല. തിരശ്ശീല വീഴാറായാൽ ജീവിതത്തിൽ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ട് യാതൊരു കാര്യവുമില്ല. നമുക്ക് തിരിച്ചു നടക്കാനൊക്കത്തില്ല, തിരിഞ്ഞോടാനും ഒക്കുകയില്ല. അസ്തമനത്തോടടുക്കുമ്പോൾ അരുണോദയം കൊതിച്ചിട്ട് കാര്യമുണ്ടോ? അതുപോലെ തന്നെ ജീവിതം ഒരു ചോദ്യമായി അപ്പോൾ നമുക്ക് തോന്നും. എന്നാൽ ചില ഭാഗ്യവാന്മാരൊക്കെ ജീവിച്ച് മരിക്കുന്നവരുണ്ട്. ചില വിഡ്ഢികൾ മരിച്ച് ജീവിക്കാറുമുണ്ട്. ആകെ കൂടെ കിട്ടിയാൽ ഒരു 60 വർഷക്കാലം നമ്മൾ ആയുസ്സിൻ്റെ പകുതി മുക്കാലും മരിച്ച് ജീവിക്കുന്നു. അപ്പോൾ നമ്മൾ മഹാവിഡ്ഢികളായി മാറുകയാണ് ചെയ്യുന്നത്. നഷ്ടസ്വപ്നങ്ങളുടെ കവാടത്തിലിരുന്ന് നമ്മൾ ശിഷ്ടകാലത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല. നമ്മൾ സ്വപ്നം കാണും മുമ്പേ സ്വന്തം കാലിൽ നിലയുറപ്പിച്ചിടണം. ആർക്കും തിരിച്ച് വളച്ചൊടിക്കാവുന്ന ഒരു യന്ത്രമാവരുത് നമ്മുടെ ജീവിതം. നമ്മളുടെ ജീവിതത്തിൻ്റെ സ്റ്റിയറിംഗ് നമ്മൾ തന്നെ തിരിക്കണം.